സോ നെക്സ്റ്റ് നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പാർട്ടാണ് എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തിയററ്റിക്കൽ ആണെങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽസ്. ഓക്കെ, ഇത് നമുക്കറിയാം. നമുക്കിതൊരു കുറച്ചും കൂടി എന്താണ് ഫ്രീ മൈൻഡഡ് ആയിട്ട് എന്ത് ചെയ്യുക പഠിച്ചു പോവുക. കാരണം നമുക്കത് കറക്റ്റ് ടേംസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഓർമ്മ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് ഇതിൽ ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അതിൻ്റെ ബിഹേവിയർ അനുസരിച്ച് 3 രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്: ഡയ, പാര, ഫെറോ. നമുക്കിതിനെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിളിന് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഓരോ റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ആണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, ഒരുപോലെ ആവണമെന്നില്ല. ചിലർ വളരെ എന്തായിരിക്കും, ഇൻട്രോവേർട്ടായിരിക്കും. ചിലരെന്താണ് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ആവശ്യത്തിന് മാത്രം അടുപ്പം എന്ത് ചെയ്യുക വയ്ക്കുക, ആവശ്യങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യുക ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നൊരു ടീമുണ്ട് എന്താണ് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. എല്ലാവരുമായിട്ട് എന്തായിരിക്കും കണക്ഷൻ ആയിരിക്കും. ഓക്കെ, നമ്മളത് മുൻകൂട്ടി പരിചയം ഉണ്ടാവണമെന്ന് പോലുമില്ല. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ എന്താവും, അക്സെപ്റ്റ് ചെയ്ത് കൂടെ എന്ത് ചെയ്യും, കൊണ്ടുവന്ന് ഇരുത്തും എന്ന രീതിയിൽ എല്ലാ രീതിയിലും കണക്ഷൻ വയ്ക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെയാണ് എന്ത് ഡയ, പാര, ഫെറോ. ഇതിനോട് ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇൻട്രോവേർട്ടാണ്. മൂപ്പരെന്താണ് സിഗ്മയാണ്. ആൾക്കെന്താണ് ആളുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്തില്ല, ഞാൻ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല, എന്നാരും എന്ത് ചെയ്യണ്ട, ബുദ്ധിമുട്ടിക്കാൻ വരണ്ട. ഓക്കെ, ഇത് തന്നെ പാരയാകുമ്പോഴോ കമ്പാരിറ്റീവ് എന്താണ് കുറച്ചും കൂടി എന്താണ് അടുപ്പം കാണിക്കണം എന്നുണ്ട്, എന്നാൽ അങ്ങോട്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങോട്ട് പോകാൻ എന്തില്ല, ഓപ്പോസിറ്റ് വിടൂല, സ്വീകരിക്കുകയും ചെയ്യും. ഫെറോ ആണെങ്കിലോ നീ ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ താരതമ്യം ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡയാമാഗ്നറ്റിസ്റ്റിക്ക് വരുമ്പോൾ നമ്മളെന്താ പറഞ്ഞു, ഇൻട്രോവേർട്ട് ആണെന്നാണ് എന്ത് ഉപനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൽ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ വെച്ചോ, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ, അതായത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നാണ് കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഓക്കെ ശ്രദ്ധിച്ചോ, ഞാൻ ജസ്റ്റ് ഡയഗ്രാമോടെ വരയ്ക്കേണ്ട, പിന്നീട് നമുക്ക് എന്ത് ചെയ്യുക ക്ലിയർ ചെയ്യുക. വെച്ചു, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഈ മാഗ്നറ്റിക് മെറ്റീരിയലിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇതൊരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഇതിലൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കടത്തി വിടുകയാണെങ്കിൽ മൂപ്പര് എന്താ ഇൻട്രോവേർട്ട് അല്ലേ, എല്ലാം എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്തോളും, പൊക്കോളും. ഒന്നിനും മൂപ്പര് എന്തില്ല, അക്സെപ്റ്റ് ചെയ്യില്ല, ആൾക്കെന്തില്ല, താല്പര്യമില്ല. ഇത് തന്നെ ഒരു ഡിഫറൻസിന് ഈ പറയുന്ന മെറ്റീരിയലിന് പകരം, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് പകരം ഞാൻ ഫെറോമാഗ്നറ്റ് ആണ് കൊണ്ടുവന്ന് വെച്ചെന്ന് എന്ത് ചെയ്യുക വിചാരിക്കുക. ഓക്കെ, ഫെറോമാഗ്നറ്റ് ആണെങ്കിൽ മൂപ്പര് എന്താണ് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്ന 2 പേരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള വലിയ മനസ്സ് ആർക്കുണ്ട്, ഫെറോമാഗ്നറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്തുണ്ട്, സോറി ഫെറോമല്ല പാരാമാഗ്നറ്റ് ആയ മെറ്റീരിയൽ എന്തുണ്ട്. ഓക്കെ, പാര എന്താണ് 2 പേരും മൂപ്പര് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഒരുപാട് എല്ലാം ഞാൻ സ്വീകരിക്കുന്നത് പറയുന്നില്ല, എന്താണ് വന്നവർ ഞാൻ ചെയ്യുന്നില്ല, തള്ളിക്കളയൊന്നുമില്ല. ഇനിയിപ്പോൾ 10 വന്നാലും ഒരു 5 6 വരെ ഞാൻ എന്ത് ചെയ്യും, സ്വീകരിക്കും. ഇത് തന്നെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിലോ മൂപ്പര് ഹൈപ്പർ ആക്റ്റീവാണ്, സൈക്കോ ആണ്, എല്ലാവരോടും അങ്ങോട്ട് എന്ത് ചെയ്യും, ചാടിക്കയറി സംസാരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നവരെ ഫുള്ളായിട്ട് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. സോ ഇതിലൂടെ ആര് കടന്നു പോയാലും ആളിനെ കണ്ടുമുട്ടാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കടന്നു പോകാൻ എന്തില്ല പറ്റില്ല. ഓക്കെ, സോ ഡയ എന്താണ് ആരെയും അടുപ്പിക്കില്ല, പാരെന്ത് ചെയ്യും അളവിനെ മാത്രം എന്ത് ചെയ്യും അടുപ്പിക്കും, ഫെറോ എന്താണ് എല്ലാവരും എന്ത് ചെയ്യും സ്വീകരിക്കും. കാണുന്ന ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നോൺ യൂണിഫോം എന്ന് പറയാനുള്ള കാരണം എന്താ, ചിലവിടെ നിന്നായിരിക്കും സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, ചിലവിടെ ലോ മാഗ്നറ്റിക് വീക്കർ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി മുപ്പര സ്വഭാവം ഇതായതുകൊണ്ട് എന്താ ഉണ്ടാവുക, എനിക്ക് സ്ട്രോങ് ഫീൽഡിൻ്റെ അടുത്ത് താല്പര്യം ഇല്ല, ഞാൻ എവിടേക്ക് പോകുന്നു, വീക്ക് ഫീൽഡിൻ്റെ അടുത്തേക്ക് പോകുന്നു. സോ സ്ട്രോങ് എന്ന് മുപ്പര എങ്ങോട്ടേക്ക് പോകും, വീക്ക് ഫീൽഡിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും പോകും. പാരയും ഫെറോ നേരെ ഓപ്പോസിറ്റാണ്, ഞങ്ങൾക്ക് വീക്ക് ഫീൽഡിനോട് താല്പര്യമില്ല, എന്തിനോട് താല്പര്യമുള്ളൂ, കുറച്ചും കൂടി അടുപ്പം കാണിക്കാൻ താല്പര്യമുള്ളൂ. ഇവിടെ എന്താ വീക്കും ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല, ഞാൻ ആരുമായിട്ട് മാത്രമേ കണക്ട് ചെയ്യുള്ളൂ, സ്ട്രോങ് ഫീൽഡായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ കണക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഈ സംഭവം ക്ലിയർ ആയോ? ഓക്കെ, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇത് തന്നെ ഫോർ എക്സാമ്പിളിന് നമ്മളെന്താണ് ഈ സംഭവത്തിനെ കുറച്ചെന്താണ് യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലാണെന്ത് കൊണ്ടുപോയി വയ്ക്കുകയാണെങ്കിൽ,
യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്, എല്ലാവരും ഒരുപോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊന്നും പറ്റില്ല. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി അട്രാക്ഷൻ റിപ്പൽഷൻ അവിടെ എന്ത് ചെയ്യും, നടക്കും. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിൻ്റെ പ്രശ്നം എന്താ, ഞാൻ അങ്ങോട്ടും വരില്ല, നിങ്ങൾ ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, വരരുത്. ഇനി ഇങ്ങോട്ട് വന്നാലും ഞാൻ തിരിച്ചെന്ത് ചെയ്യും, പറഞ്ഞായിരിക്കും. സോ എന്തായിരിക്കും, റിപ്പൽഷനാണ് എന്ത് വരിക, ഫൈനൽ അവസ്ഥ വരിക. ഇങ്ങോട്ട് സ്വീകരിക്കില്ല, അങ്ങോട്ടേക്ക് പോവില്ല. ഇനി അഥവാ ആരെങ്കിലും മുൻകൈ എടുത്ത് വന്നാൽ അവരെന്ത് ചെയ്യും, തട്ടിത്തെറിപ്പിച്ച് വിടുകയും ചെയ്യും. ഫെറോ പാര എങ്ങനെയാണ് രണ്ടാമത്തെ, ഇത് ഡയ എടുത്തോ, പാര എടുത്തോ, ഫെറോ എന്ന് വെച്ചോ. പാര എങ്ങനെയാണ്, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും ഇങ്ങോട്ട് വരുന്നവരെന്ത് ചെയ്യും, സ്വീകരിക്കും. മൂപ്പര് വീക്ക്ലി അട്രാക്റ്റീവാണ്. ഓക്കെ, ഇവിടെ എന്താണ്, വീക്കിലി തന്നെയാണ്, കുറച്ച് ഉണ്ടാവുള്ളൂ. പക്ഷേ എന്തായിരിക്കും, റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക എന്ന് മാത്രം. ഇനി ഫെറോ മാഗ്നറ്റിക്ക് പോയാലോ, ആശാൻ സ്ട്രോങ് ആണ്. എന്തിൻ്റെ കാര്യത്തിൽ, അട്രാക്ഷൻ്റെ കേസിൽ. അവിടെ നിന്ന് വന്നില്ലെങ്കിൽ ഞാൻ വെടിച്ചു വലിക്കും. ഇനി ആ ഓപ്ഷൻ തിരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും ചെയ്യും, ഇതാക്കും. ഇതാണെന്ത് ബേസിക് ആയിട്ടുള്ള 3 ടേംസ്. ഇനി നമുക്കതിൽ ബാക്കി ഡിസ്കസ് ചെയ്യാനുള്ളത് സസെപ്റ്റിബിലിറ്റിയുടെ ടേമും അതുപോലെ തന്നെ എന്താണ് പെർമിയബിലിറ്റിയും തമ്മിലുള്ളൊരു കണക്ഷനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതുപോലെ ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു 3 എണ്ണങ്ങൾ ക്ലിയർ അല്ലേ, കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ. സോ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്ത് ഡയ, പാര, ഫെറോ എന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുമ്പ്. സോ നമുക്കൊരു ടേബിളായിട്ട് എന്തായിരുന്നു ഡിസ്കസ് ചെയ്യുക. ഒന്ന് പരസ്പരം എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി എന്ത് ചെയ്യുക നോക്കാം. ഫസ്റ്റ് വൺ, ഡയാമാഗ്നറ്റിക്സിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താ, നമ്മളെന്താ പറഞ്ഞത്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് എക്സ്പീരിയൻസ് എന്താണ്, വീക്ക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. ഫോഴ്സ് വീക്ക് ആയിരിക്കും, എന്തായിരിക്കും കാണിക്കുന്നുണ്ടാവുക, റിപ്പൽഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇതന്നെ പാരാമാഗ്നറ്റിക് വരുമ്പോഴോ വീക്ക് ഫോഴ്സ് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞ് 30 ഇൻട്രോവേർട്ടാണ്, ഡയാമാഗ്നറ്റിക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തട്ടിവിടും. സോ റിപ്പൽഷനാണ്. മറ്റാൾ എന്താണ്, അങ്ങോട്ടേക്ക് പോലും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യും, ചെറിയൊരു അട്രാക്ഷൻ ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഫെറോ മാഗ്നറ്റ് എന്താണ്, സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുക, കാണിക്കുക. യൂണിഫോം ഫീൽഡിൽ പറഞ്ഞ കാര്യം. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഇതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്ത് ചെയ്യും, മോളിക്യൂൾസ് ഓർ ആറ്റംസ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദ ആറ്റംസ് ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ്, നോ മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഇതിൽ കാണിക്കുക, ഡയാമാഗ്നറ്റിൽ കാണിക്കുക. എപ്പോൾ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഒന്നും ഇല്ല, കാണിക്കില്ല. കാരണം ഡയാമാഗ്നറ്റിക് എന്ന് പറയുന്ന ഇതിനെന്താണ്, ഒന്നാമത്തെ മാഗ്നറ്റിക് എഫക്റ്റ് അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ റിസീവ് ചെയ്യാനോ ഇതൊന്നുമില്ല, കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവില്ല. സോ എക്സ്റ്റേണൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കും, പക്ക എന്തായിരിക്കും, ഉണ്ടാവില്ല. നോ മാഗ്നറ്റിക് മൊമെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതിന് പാരാമാഗ്നറ്റിക് ആണെങ്കിലോ എന്താണ്, നമുക്കറിയാം, നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡയ എന്ന് പറഞ്ഞ് അബ്സോർപ്ഷൻ, പാര എങ്ങനെയാണ്, കുറച്ചൊക്കെ അബ്സോർബ് ചെയ്യും, ഓക്കെ, വരുന്നത് ഫുള്ളായി തള്ളിക്കളയില്ല. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാന്നുണ്ടെങ്കിലും എന്ത് കാണിക്കും, ഒരു ചെറിയ മാഗ്നറ്റിക് മൊമെന്റ് അവിടെ എന്ത് ചെയ്യും, മുമ്പിൽ കാണിക്കും പാര. ഫെറോ എങ്ങനെയാ, ഓൾറെഡി വന്നതിനെ മൊത്തം റിസീവ് ചെയ്ത് വെക്കുന്നതുകൊണ്ടും അങ്ങോട്ട് പോയിട്ട് അബ്സോർബ് ചെയ്യുന്ന കാരണം കൊണ്ടും എന്തായിരിക്കും, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിലും അത്യാവശ്യം എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഏതിലുണ്ടാവും, ഫെറോ മാഗ്നറ്റിലുണ്ടാവും. സോ ശ്രദ്ധിക്ക്, കോൺസെപ്റ്റ് സെയിം ആണ്, ഇൻട്രോവേർട്ടാണ്, കുറച്ച് ഇടപെടുക്കാൻ താല്പര്യമുണ്ട്, നല്ല രീതിയിൽ എന്ത് ചെയ്യും, റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. മൂപ്പർ എന്താണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതേ കോൺസെപ്റ്റാണ് എല്ലാത്തിനും വരുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇത് തന്നെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ എന്തായിരിക്കും, അലൈൻസ് ഓപ്പോസിറ്റ് ടു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമ്മൾ യൂണിഫോം ഫീൽഡ് പറയുമ്പോൾ എന്താ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂപ്പർക്ക് എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും എന്താവുക, അലൈൻ ചെയ്യുള്ളൂ. ഒരിക്കലും എന്താവില്ല, ഫീൽഡിനനുസരിച്ച് പോലും എങ്ങനെയാണോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഏതിനുണ്ടാവുക, ഡയാമാഗ്നറ്റിക്സിന് ഉണ്ടാവുക. ഇത് തന്നെ പാരാമാഗ്നറ്റിക്സ് ആണെങ്കിലോ എന്താണോ ഫീൽഡിന്റെ ഡയറക്ഷൻ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണോ ഉള്ളത് അതേ ഡയറക്ഷൻ ആയിരിക്കും ഏതുണ്ടാവുക, പാരാമാഗ്നറ്റിക്സിന്റെ മെറ്റീരിയലും കൂടി എന്ത് ചെയ്യുക ഉണ്ടാവുക, സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഇത് തന്നെ സെയിം ആണ് ഏതിനും വരിക, ഫെറോ മാഗ്നറ്റിക്സിനും വരിക. കാരണം രണ്ടും ഡയറക്ഷൻ എന്താണ്, സെയിം ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. സോ പാരയും ഫെറോയും ഓട്ടോമാറ്റിക്കലി എന്താണ്, ഓൾമോസ്റ്റ് എന്താണ്, ഉപരി സെയിം ആണ്. എന്താണ് എഫക്റ്റ് ഏതിനാണ് കൂടുതലുണ്ടാവുക, ഫെറോയ്ക്ക് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും ഏതിന് വരിക, പാരാമാഗ്നറ്റിക്സിന് വരിക. ഈ 3 പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് കൊണ്ടുപോയി വെച്ചു, എന്താ ഉണ്ടാവുക, എല്ലാവരുടെയും കുറവും കൂടുതലൊക്കെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളത്. ഡയാമാഗ്നറ്റിക് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആൾക്ക് എന്താ താല്പര്യം, ആൾക്കാരില്ലാത്ത സ്ഥലത്ത് പോയിരിക്കാനാണ്. സോ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് എവിടേക്ക് പോകുമ്പോൾ ഇവർ വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യും, പോകും. വീക്ക് പാർട്ടിയുടെ അവിടെ പോയിരിക്കും.
ഇത് തന്നെ പാരയിലേക്ക് വരുമ്പോഴോ മൂപ്പറിൻ്റെ അവസ്ഥ എന്താ? മൂപ്പർക്ക് എന്താണ് കുറച്ച് അങ്ങോട്ട് അട്രാക്ഷനോട് താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? വീക്കറായ ഭാഗത്ത് എവിടേക്ക് പോവും? സ്ട്രോങ്ങറായ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? പോവും. അതുപോലെ തന്നെ ഫെറോ ആണെങ്കിലോ വീക്കർ ടു സ്ട്രോങ്ങർ തന്നെയാണ് പോകുക. കുറച്ചുകൂടി സ്പെസിഫിക് സ്പീഡിൽ മൂപ്പർ എന്ത് ചെയ്തോളും? പൊക്കോളും. കൂടുതൽ ആലോചിച്ച് നിൽക്കാൻ നിൽക്കില്ല. വീക്കർ എന്ന ഭാഗമായിട്ട് ഒരു കണക്ഷനും ഇല്ല, ഞാൻ എവിടെ ഉണ്ടാവുള്ളൂ? സ്ട്രോങ് ഫീൽഡിൽ എന്തുള്ളൂ? ഉണ്ടാവുള്ളൂ. ദെൻ ശ്രദ്ധിക്കുന്ന അടുത്തൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം, നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റിക് അല്ലെങ്കിൽ ഫ്രീലി സസ്പെൻഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു ഡയാമാഗ്നറ്റിൻ്റെ ഒബ്ജക്റ്റിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താണോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും എന്ത് നിൽക്കുന്നുണ്ടാവുക? ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. സോ അപ്പോൾ ഇത് നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് നീണ്ട് മാഗ്നറ്റിക് ഫീൽഡ് നീണ്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ സസ്പെൻഡ് ചെയ്തിട്ടു. മൂപ്പർ എന്താവും? ഇങ്ങനെ കടക്കേണ്ടത് ഇങ്ങനെ എന്ത് ചെയ്യും? കടക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ലൈനും നോർത്ത് പോളും സൗത്ത് പോളും എന്ന് വെച്ചോ. ഇതിനിടയിൽ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെ കടക്കേണ്ടത് എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും? കടക്കും. ഓക്കെ, എന്താണോ ഡയറക്ഷൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂപ്പരെന്തുള്ളൂ കടക്കുള്ളൂ. കാരണം ആ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ പോകാൻ ആൾക്ക് താല്പര്യമില്ലാന്ന് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ? മാഗ്നറ്റൈസേഷൻ ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിലെ മാഗ്നറ്റൈസേഷൻ, അതായത് മാഗ്നറ്റിക് ബിഹേവിയർ കൂട്ടുന്ന പരിപാടി എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കൂടുന്തോറും മാഗ്നറ്റൈസേഷൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യും? കുറയും. അതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയറിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയും. ഇനി ടെമ്പറേച്ചർ കുറഞ്ഞാലോ മാഗ്നറ്റിക് ബിഹേവിയർ എന്ത് ചെയ്യും? കൂടും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇത് പാരാമാഗ്നറ്റിൻ്റെ പ്രശ്നം എന്താ? മൂപ്പർക്ക് ഒരുപാട് കയ്യിലില്ല, കുറച്ചേ ഉള്ളൂ. സോ ടെമ്പറേച്ചർ ഒരുപാട് കൂറിയാൽ പാര എന്താവും? ഫുള്ളായിട്ട് അതിന് മാഗ്നറ്റിക് ബിഹേവിയർ എന്ത് ചെയ്യും? കഴിയുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം പിന്നെ ഏതാണ്? ഡയാമാഗ്നറ്റിക്, ഒന്നുമില്ലാത്ത ഡയാമാഗ്നറ്റിൻ്റെ അവസ്ഥയിലേക്ക് ഇൻട്രോവേർട്ടായി മാറുന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫെറോമാഗ്നറ്റ് എന്താണ്? സെയിം അവസ്ഥയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചർ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഫെറോമാഗ്നറ്റിക്സ് എന്താവും? ഓട്ടോമാറ്റിക്കലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് മാഗ്നറ്റൈസേഷൻ എന്ന പ്രോപ്പർട്ടി എന്താണ്? കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫെറോമാഗ്നറ്റിക് എന്തായിട്ട് മാറും? ഒരു പാരാമാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഓക്കെ, അങ്ങനെ ഫെറോമാഗ്നറ്റ് പാരാമാഗ്നറ്റായി മാറുന്ന ടെമ്പറേച്ചറിനാണെന്ന് പറയുക ക്യൂരീസ് ടെമ്പറേച്ചർ എന്ന് പറയാം. സോ നെക്സ്റ്റ് നമുക്ക് സസെപ്റ്റിബിലിറ്റി നോക്കാം. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റീരിയലിനെ നമുക്ക് എത്രത്തോളം മാഗ്നറ്റൈസേഷൻ ആക്കാൻ പറ്റും, അതിനാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം ഉൾക്കൊള്ളാൻ മാഗ്നറ്റിക് ബിഹേവിയർ ഉൾക്കൊള്ളാൻ പറ്റും, സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഡയാമാഗ്നറ്റിക് പോലുള്ളൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ്, ഒരു മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് എന്നില്ല, കടത്തിവിടാൻ മൂപ്പര് സംഭവിക്കില്ല, ഇൻട്രോവേർട്ടാണ്, എല്ലാത്തിനും തെറിപ്പിച്ച് വിടും. സോ അങ്ങനെയുള്ളൊരു സംഭവത്തിന് മാഗ്നറ്റൈസേഷൻ ആവാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. സോ ഓട്ടോമാറ്റിക് സസെപ്റ്റിബിലിറ്റി എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. 0 പോലും ഇല്ല, എന്താണ്? നെഗറ്റീവാണ്. ഇതന്നെ പാരയിലേക്ക് വന്നാലോ എന്താ അവസ്ഥ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് എന്തിനോട് താല്പര്യമുണ്ട്? ആൾക്കാരോട് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വയ്ക്കാൻ താല്പര്യമുള്ളത് കൊണ്ടും മൂപ്പരെന്ത് ചെയ്യും? എല്ലാവരും തട്ടിവിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ എന്ത് ചെയ്യും? കടത്തിവിടും. സോ ഓട്ടോമാറ്റിക്കലി എക്സ് എന്താണ്? സസെപ്റ്റിബിലിറ്റി എക്സ് അല്ല, സൈ എന്താണ്? പോസിറ്റീവാണ്. പക്ഷേ ക്വാണ്ടിറ്റി എന്തായിരിക്കും? സസെപ്റ്റിബിലിറ്റിയുടെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും, സ്മോൾ ആയിരിക്കും. ഫെറോ എന്താണ്? എല്ലാവരുമായിട്ടും കണക്ഷനാണ്, വരുന്ന എല്ലാത്തിനും കടത്തിവിടുന്നതുകൊണ്ട് തന്നെ സസെപ്റ്റിബിലിറ്റി എന്താണ്? പോസിറ്റീവ് മാത്രമല്ല എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. ഇനി പെർമിയബിലിറ്റിക്ക് വന്നാലോ? ഓക്കെ, കടത്തിവിടുക എന്ന് പറഞ്ഞത് എത്രത്തോളം ആ മാഗ്നറ്റിക് ബിഹേവിയർ സസെപ്റ്റിബിലിറ്റി, പെർമിയബിലിറ്റി സസെപ്റ്റിബിലിറ്റി എന്ന മാഗ്നറ്റിക് ബിഹേവിയറിനെ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഡയയിലേക്ക് വരുമ്പോൾ ഒന്നിനും ഉൾക്കൊള്ളുന്നില്ല, പാരയിലേക്ക് വരുമ്പോഴോ കുറച്ചെന്ത് ചെയ്യും? ഉൾക്കൊള്ളുന്നുണ്ട്. നേരെ ഫെറോയിലേക്ക് പോയാലോ എല്ലാവരും എന്ത് ചെയ്യും? ഉൾക്കൊള്ളും. ഇനി പെർമിയബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? റിലേറ്റീവ് പെർമിയബിലിറ്റി <1 ആണ് ഇതിൽ, ഡയാമാഗ്നറ്റിൽ. ഓക്കെ, <1 എന്താണ്? സപ്പോസ് വളരെ റെയറായിട്ട് ഒരു വളരെ നേരിയ ലെവലിൽ, അല്ലെങ്കിൽ 0 to 1 ഇടയിലുള്ള ഒരു പോയിന്റ് ലെവലിൽ എന്താണ് നമുക്ക് വേണമെങ്കിൽ എന്താവാം? കടന്നു പോവാം. അത്രയും എന്തായിരിക്കും? പെർമിയബിലിറ്റി. കാരണം കടത്തി അത്രയും എന്തിലും വിടില്ല, അത്രയും റെയറായിട്ട് 0 to 1 ഇടയിൽ ഒരു വാല്യൂ എന്നുള്ളൂ കടന്നു പോകാനുള്ള സാധ്യത പോലും ഉള്ളൂ. ഇതന്നെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നേരെ എവിടേക്ക് വരുന്നു? റിലേറ്റീവ് പെർമിയബിലിറ്റി എവിടേക്ക് വരുമ്പോൾ പാരാമാഗ്നറ്റിക് വരുമ്പോൾ എന്താണ്? <1 ആണ്. കാരണം ഞങ്ങളെന്താണ്? റിലേഷൻഷിപ്പ് വയ്ക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇങ്ങോട്ട് വരുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യും? അത്യാവശ്യം എന്ത് ചെയ്യും? സ്വീകരിക്കും. എല്ലാവരും ഒഴിവാക്കില്ലെങ്കിലും കുറച്ച് പേരൊക്കെ എന്ത് ചെയ്യും? സ്വീകരിക്കും. ഓക്കെ, 1-2 പേരൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കി വിടാൻ ചാൻസ് ഉണ്ട്. ഫെറോയിലേക്ക് വരുമ്പോഴോ ഞാൻ വരുന്നവർ ആരും എന്ത് ചെയ്യാറില്ല? കൈവിടാറില്ല. എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്തായിരിക്കും? വളരെ എന്തായിരിക്കും?
കൂടുതലായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ പ്രധാനമായിട്ട് ഡയാമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ് വാട്ടർ, ഗ്ലാസ്, മാർബിൾസ്, ഇനേർട്ട് ഗ്യാസസ്. സോ ഈ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ഇത് ഡയാമാഗ്നറ്റിക് എന്നുള്ളത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിലെ എഫക്റ്റ് എന്തുകൊണ്ടാണ് ഇതിൽ അവർക്ക് താല്പര്യമില്ലാത്തത്, അവരെന്താണ് ഇൻട്രോവേർട്ടായിട്ട് വരുന്നുള്ളത്, എക്സാമ്പിൾസ് ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഗ്ലാസ്സിലൂടെയോ വാട്ടറിലൂടെയോ മാർബിൾസിലൂടെയോ എന്ത് കടന്നു പോവില്ല, മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോവില്ല. ഓക്കെ, സോ ഈ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിനോട് ഇൻട്രോവേർട്ടായി എന്നുള്ള കാര്യം. നമുക്കിനി പാരാമാഗ്നറ്റിക് ആകുമ്പോഴോ നമുക്കെന്തുണ്ട്, എല്ലുണ്ട്, അതുപോലെ സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ബേരിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ എന്തിൽ വരും, അലുമിനിയം, സോഡിയം ഇതൊക്കെ എന്തിൽ വരും, നമുക്ക് പാരാമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിളായിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് ഫെറോമാഗ്നറ്റിക്കിന് എന്താണ്, അയണാണ്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്. ഒരു കേസ് അയൺ നമുക്കറിയാം അത്രയും സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്. സോ ഫെറോമാഗ്നറ്റിൽ അയണും നിക്കൽ, കൊബാൾട്ട് ഉണ്ട്. ഓക്കെ, അത് പറയുമ്പോഴേ മനസ്സിലായി എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ബിഹേവിയർ ഇത്രത്തോളം അതിലെന്താണ് അട്രാക്ഷൻ കൂടുതലുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അയണാണ്. ഓക്കെ, അയൺ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി എത്രത്തോളം കണ്ടക്ട് ചെയ്യുന്ന അത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് അവിടെ നിന്നുണ്ടാവും, പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നിക്കൽ, കൊബാൾട്ട്. നെക്സ്റ്റ് നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ വരച്ച കാര്യം തന്നെ ഡയാമാഗ്നറ്റിക്കിൻ്റെ എന്താണ്, മൂപ്പര് എന്ത് ചെയ്യും, വന്നു കഴിഞ്ഞാൽ 0 to 1 വളരെ അതിൻ്റെ ഇടയിൽ വരണം, കയറിപ്പോയാൽ കയറി, ബാക്കിയൊക്കെ മൂപ്പര് എന്ത് ചെയ്യും, തട്ടി എന്ത് ചെയ്യും, വിടും. ഇനി നെക്സ്റ്റ് എന്താണ്, പാരാമാഗ്നറ്റിക്കിൻ്റെ ഇതാണ്. ഇതിൻ്റെ ഡയഗ്രാം വളരെ ശ്രദ്ധിച്ച് പഠിച്ച് വരച്ച് മനസ്സിലാക്കി വെക്കണം. ഈ സംഭവം ഒന്നില്ലെങ്കിൽ ഡയഗ്രാം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു സംഭവം തന്നിട്ട് അതിൻ്റെ വെച്ചിട്ട് എന്താണ് ഡയഗ്രാം വരയ്ക്കാൻ. അതൊരു മെറ്റീരിയൽ തരും, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കും. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇതിലേക്ക് ഈ മെറ്റീരിയൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഇത് ഡയ ആണെങ്കിൽ, പാര ആണെങ്കിൽ, ഫെറോ ആണെങ്കിൽ എങ്ങനെയാണ് ഡയഗ്രാം വരാൻ എന്ത് ചെയ്യും, വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. സോ രണ്ടാമത്തെ എന്താണ്, പാരാമാഗ്നറ്റ് ആണ്. വരുന്ന ആൾക്കാരുടെ എന്താണ് കുറച്ച് പേരൊക്കെ മൂപ്പര് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. ഫെറോ ആണെങ്കിലോ ഡയഗ്രാം നമ്മൾ കൊടുത്തില്ല, പക്ഷേ ഫെറോ ആണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാവരും മൂപ്പര് എന്ത് ചെയ്തോളും, റിസീവ് ചെയ്തോളും. ഓക്കെ, some ferromagnetic materials the magnetization persists even after removing external field. Such materials are called hard magnetic materials or hard ferromagnetic. Alnico is an example. ചില ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എങ്ങനെയാണ്, നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് എന്താണ് അതിന് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയാൽ പോലും മൂപ്പരിൽ എന്തുണ്ടാവും, ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീൽഡ് നമ്മൾ എന്താണ് എടുത്ത് മാറ്റിയ പോലെ ആ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബിഹേവിയർ അതിലെന്ത് ചെയ്യും, കണ്ട് നിൽക്കുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണിത്, അൽനിക്കോ ഇസ് എൻ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഏതിലാണോ എക്സ്റ്റേണൽ ഫീൽഡ് നമ്മൾ മാറ്റിയിട്ടും മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കണ്ടിന്യൂ ചെയ്യുന്നത് അതിനെ ഹാർഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നും. സപ്പോസ് ചില മെറ്റീരിയൽസ് ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ പോലും എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെന്ത് കാണിക്കില്ല, ആ മാഗ്നറ്റൈസേഷൻ്റെ പ്രോപ്പർട്ടി എന്തില്ല, കാണിക്കില്ല. മാഗ്നറ്റൈസേഷൻ എന്താവും, ഡിസപ്പിയർ. മാഗ്നറ്റൈസേഷൻ ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം എന്താണ്, അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ഓക്കെ, സോ എപ്പോഴാണോ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൽ എക്സ്റ്റേണൽ ഫീൽഡ് ഒഴിവാക്കി കഴിഞ്ഞാലും മാഗ്നറ്റൈസേഷൻ ഉണ്ടാകുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നതിനെ ഹാർഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നും, ഹാർഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഹാർഡ് ഫെറോമാഗ്നറ്റ്സ് എന്നും. ഇനി എക്സ്റ്റേണൽ ഫീൽഡ് മാറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാഗ്നറ്റൈസേഷൻ എന്ന പ്രോപ്പർട്ടി നിലനിൽക്കാത്തത് ഏതാണോ അതിന് നമ്മൾ എന്ത് പറയുന്നു, സോഫ്റ്റ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് ചെയ്യുന്നു പറഞ്ഞു. സോഫ്റ്റ് ഫെറോമാഗ്നറ്റ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് ചെയ്യുന്നു പറയുന്നു. സോ ഇത്രയാണെന്ത് ഡയ, പാര, ഫെറോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സസെപ്റ്റിബിലിറ്റി, അതുപോലെ തന്നെ പെർമിയബിലിറ്റി. നെക്സ്റ്റ് എന്താ വരുന്നത്, മെയിനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അതേപോലെ തന്നെ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടേതായ വേർഡ്സിൽ മനസ്സിലാക്കി പഠിക്കുക. എപ്പോഴും കമ്പയർ ചെയ്ത്
ഇത് പഠിക്കുക. ഒരിക്കലും പാര ഫെറോ സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യരുത്, പഠിക്കരുത്. കമ്പയർ ചെയ്ത് പഠിച്ചാൽ പഠിക്കാനും എളുപ്പമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കുള്ളൂ. നമ്മൾ ഇൻട്രോവേർട്ടാണ്, പാര എന്താണ് കുറച്ച് ഇൻട്രാക്ഷൻ നടത്തുന്ന ആളാണ്, ഫെറോ എന്താണ് സൈക്കോപാത്താണ്, ഹൈപ്പർ ആക്റ്റീവാണ്, എല്ലാവരുമായിട്ട് എന്താണ് കണക്ഷനാണ്, എല്ലാവരുമായിട്ട് എന്ത് ചെയ്യും സംസാരിക്കും. മൂപ്പർക്ക് അങ്ങനെ ഇഷ്ടക്കുറവ് ഇഷ്ടക്കൂടുതലൊന്നും ഇല്ല. സോ ഈ ഒരു കോൺസെപ്റ്റിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. സോ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. താങ്ക് യു.